ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള എളമ്പേരം പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ആലക്കോട് റോഡ് കേട്ടോ. ഇവിടെ വന്നത് മിസിരിയാനെ കാണാനാണ്. മിസിരിയയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. മിസിരിയയ്ക്ക് ജന്മന നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരതിൻ്റെ സർജറി ഒക്കെ ചെയ്തതിന് ശേഷം കാലിൻ്റെ ഉയരം കുറച്ച് കുറഞ്ഞു. അതായത് ഇടത് കാലിനും ഇടത് കൈക്കുമാണ് ഒക്കെ ബുദ്ധിമുട്ട്. കൈക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ല സ്മാർട്ടായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അവരോട് ചോദിക്കാം. മിസിരിയാൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. രാത്രിയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലൈറ്റൊക്കെ കുറവായിരിക്കും. ഇങ്ങനെ വന്ന് രാത്രിയായി പോയതാണ്. ഇതാണ് കേട്ടോ മിസിരിയാൻ്റെ വീട്. ഇതാ കാണുന്നതാണ് ഇവരുടെ വീട്. ഓക്കെ, നമുക്ക് ഉള്ളിലേക്ക് പോവാം. മിസ്രിയ, ഇതാണ് കേട്ടോ മിസ്രിയ. എന്തൊക്കെ വിശേഷം? ഇത് മിസ്രിയാൻ്റെ ഉപ്പയാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. നമുക്ക് പുറത്തിരിക്കല്ലേ, ഇവിടെയാണ് വെളിച്ചുള്ളത്. ഇവിടെ ഉപ്പ, അപ്പോൾ ജന്മന ഉള്ള ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ സർജറി ആയിരുന്നു ചെയ്തത്? സർജറി മംഗലാപുരം മംഗലാപുരം ഏനാപ്പുഴ. അത് അന്ന് ചെറുപ്പത്തിൽ തന്നെ ചെയ്തതല്ലേ? ചെറുപ്പത്തിൽ തന്നെ ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം കാലിൻ്റെ ഇടത് കാലിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറഞ്ഞു പോയി. അതിന് അവർ കംപ്ലൈൻറ്റ് ഇവക്കുള്ളൂ. അവർ ഇടത് കാലും അല്ല ഇടത് കൈയും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹൈറ്റുള്ള അതിനുള്ള ചെരുപ്പുള്ള ചീരുള്ള ഹീൽ ചെരുപ്പ് വെച്ചിട്ട്. അപ്പോൾ അന്ന് ഇപ്പം നടക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? കാല് വേദന അങ്ങനെ എന്താ വരല്ലോ? നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ? ഇവിടുത്തെ കുക്കിംഗ് ഒക്കെ ചെയ്യലുണ്ടോ? കുക്കിംഗ് അങ്ങനെ ചെയ്യലില്ല. ബാക്കി അടിച്ച അങ്ങനത്തെ പണിയെല്ലാം എടുക്കും. അതെ, ആള് സ്മാർട്ടാണ്. എത്ര വരെ മിസ്രിയ പഠിച്ചേ? 9 വരെ. 9. അന്നേരം ഈ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയിട്ടാ? ഓപ്പറേഷൻ പിന്നെ ചെയ്യാൻ പോയി. അങ്ങനെ കുറച്ച് കൊല്ലങ്ങൾ പോയില്ലേ? അപ്പോൾ മിസ്രിയൊക്കെ എഴുതാനും വായിക്കാനൊക്കെ അറിയില്ലേ? അറിയും. ഫോണൊക്കെ യൂസ് ചെയ്യലില്ലേ? യൂസ് ചെയ്യലുണ്ട്. അതെ. വേറെ ടാബ്ലറ്റ് ഒന്നും ഇല്ലല്ലോ? തൈറോയിഡിന്റെ ടാബ്ലറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു കാലിന്റെ ഒരു വിഷയവും കൈയിന്റെ വിഷയമുള്ള രണ്ടും ഇടത് കാലും ഇടത് കൈയും അല്ലേ? അതെ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യലുണ്ടോ മിസ്രിയ? ഇല്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ല. അതെ, അതിന്റെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു അല്ലേ? അതെ. ഉപ്പ എന്താ ചെയ്യുന്നേ? ഞാൻ മത്സ്യത്തിന്റെ പണി. അവിടെ മാർക്കറ്റ്, തളിപ്പറമ്പ് മാർക്കറ്റില്. അത് കുറെ വർഷമായോ? ഞാൻ 90-ലുണ്ട്. അപ്പൊ അവിടെ വേറെ ആളപ്പനായിട്ട് ഇങ്ങനെ വേറെ ആളപ്പനെ അവളവിടെ നിൽക്കാണല്ലേ? അതെ. അതെ. നിങ്ങൾക്ക് എത്ര മക്കളാ? 3 കുട്ടികൾ. എത്ര പെൺകുട്ടികളാ? 2 പെൺകുട്ടികളും 2 പെൺകുട്ടികളും ആൺകുട്ടി അല്ലേ? ബാക്കി 2 ആളെയും വിവാഹം കഴിഞ്ഞില്ല? മിസ്രിയാണോ ഇളയത്? അല്ല, മിസ്രി രണ്ടാമത്തെ. മിസ്രിയൊക്കെ എത്ര വയസ്സായി? 29 കഴിഞ്ഞ് 30-ാം വയസ്സ്. 30-ാമത്തെ അല്ലേ? മിസ്രിയ ആ സമയത്തൊന്നും കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞതായിരുന്നു ഇപ്പോൾ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിയത്തിൻ്റെ കല്യാണം നടത്തി. ഇപ്പോഴാണ് കല്യാണം വേണം അങ്ങനെയൊക്കെ തോന്നുന്നത് അല്ലേ? അതൊന്നും സാരമില്ല. നമുക്ക് ആ സമയത്ത് ഇങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആരെങ്കിലും വെറുതെ അങ്ങനെയൊക്കെ ഉള്ള ഓരോ നെഗറ്റീവ് ചിന്തകൾ വരും അല്ലേ ശ്രീയ? എന്നെ നല്ലൊരാളെ കിട്ടുമോ എന്നൊക്കെ ഉള്ളല്ലേ ചിന്ത വരും. പിന്നെ അന്നേരം അങ്ങനെ കാലിനൊരു ഇതുണ്ടായ ഓപ്പറേഷൻ ചെയ്ത് ഇതുണ്ടായതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ച്. പിന്നെ ഇപ്പം വിചാരിക്കുന്നത് ഒന്ന് ചെയ്തിനെങ്കിൽ നല്ലതന്നെ, കിട്ടിയെങ്കിൽ നല്ലതന്നെ വിചാരിക്കും. സമയം അതിന് വൈകിക്കൊന്നും ഇല്ല മിസ്രിയ അല്ലേ? കറക്റ്റ് സമയമായത് അല്ലേ? 30 വയസ്സൊരു വലിയ വയസ്സൊന്നുമല്ല. നമുക്ക് നല്ലൊരാളെ കണ്ടെത്താം. ആദ്യ വിവാഹം തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടട്ടെ. അപ്പോൾ നമുക്കൊരു എത്ര വയസ്സ് വരെ നോക്കാം ഇപ്പാ? ഒരു 40 വയസ്സ് 45 വയസ്സ് 40 വയസ്സ് വരെ നോക്കാം അല്ലേ മിസ്രിയ? 40-ന്റെ ഉള്ളിലല്ലേ? ഒരു 35ഒക്കെ ആയ 5 വയസ്സ് വ്യത്യാസമൊക്കെ ആയ സന്തോഷം അല്ലേ? അധികം ഓവർ വയസ്സൊക്കെ വേണ്ട. കാരണം ഇപ്പോഴത്തെ എല്ലാ കല്യാണങ്ങളും അധികം 5 വയസ്സ് വ്യത്യാസം അങ്ങനെയൊക്കെയാണ് അധികവും നടക്കാറ്. അപ്പോൾ അതേപോലെ ആയിട്ട് 5-6 വയസ്സ് വ്യത്യാസമുള്ള നല്ലൊരു പാർട്ട്ണർ നോക്കി കിട്ടട്ടെ. നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം തന്നെ കൂടുതൽ ദൂരമാകുമ്പോൾ ചെറിയ പ്രശ്നമാണ്. പോയും വരികയൊക്കെ ചെയ്യണ്ടേ? അപ്പം കുറച്ച് നമ്മൾക്ക് അടുത്തോട്ട് തന്നെ ആണെങ്കിൽ സുഖമായി പോയി. നമുക്ക് കണ്ണൂർ ജില്ല മാത്രം മതിയോ? കാസർഗോഡ് ജില്ല. കണ്ണൂരും കാസർഗോഡും അല്ലേ? ആ 2 ജില്ല നമ്മൾ നോക്കുന്നത് അല്ലേ?
ഇക്കാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുള്ള പിയാപ്പിളനെയാണ്, അങ്ങനെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? പിയാപ്പിളെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഒതുങ്ങുന്നതിനെ കിട്ടണം. കാരണം ഇവിടെ നോക്കാൻ പറ്റുന്ന ഒരാളാണ്. നിങ്ങളെ മോനിക്ക് എന്താ? മൊബൈൽ ഷോപ്പാണ്. ഇവിടെ തന്നെ, നാട്ടിൽ തന്നെ അല്ലേ? സ്വന്തമായിട്ട് മൊബൈൽ ഷോപ്പുണ്ട്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും അവളെ മനസ്സിലാക്കുന്ന ഒരാളാണ്. മിസിലേക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റത്തക്ക പ്രശ്നമൊന്നുമില്ല. അവളെ കാര്യങ്ങളൊക്കെ അവൾ നല്ല സ്മാർട്ടായിട്ട് ചെയ്യും. പിന്നെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം അല്ലേ? എടാ, ഈ പിന്നെ ഇടത്ത് കൈക്ക് അങ്ങനെ വെയിറ്റ് എടുക്കാൻ പറ്റാത്ത പ്രശ്നം അങ്ങനെ എന്തെയുണ്ടോ? ഇല്ല, ഒന്നുമില്ല. നന്നെന്തെങ്കിലും ഭാരം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എല്ലാം എടുക്കും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ നിർത്തി വെക്കുമ്പോൾ കുറച്ച് ഇതുണ്ട്, ഇങ്ങനെ കാണുമ്പോൾ കൈ നിർത്തി വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ അതേ ഉള്ളൂ അല്ലേ? അല്ലാണ്ട് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാനൊന്നും കുഴപ്പമില്ല അല്ലേ? ഈ ഒരു ചെരുപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് നടക്കുന്നതിന് വേറെ സീനൊന്നും ഇല്ല അല്ലേ? ഇപ്പോൾ സ്റ്റെപ്പ് കയറാനായാലും അങ്ങനെ. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും സഹായം, മുറ്റത്ത് നടക്കുമ്പോൾ ആരെങ്കിലും സഹായം വേണം. ഉള്ളിൽ നിന്ന് ഒറ്റക്ക് നടക്കും. സ്റ്റെപ്പെല്ലാം ഇറങ്ങുമ്പോൾ ആരെങ്കിലും സഹായം വേണം. പിന്നെ ഉള്ളിൽ നിന്ന് പ്രശ്നമില്ല, ഒറ്റക്ക് തന്നെ നടക്കും. അവിടെ ഇങ്ങനെ ഉയരവും താണും പൊന്തിയൊക്കെ ആയതുകൊണ്ട് ബാലൻസിന്റെ പ്രശ്നം വരില്ലേ പുറത്തുനിന്ന്? അന്നേരം ആരെങ്കിലും കൈ പിടിച്ചിട്ട് പുറത്ത് പോകുമ്പോൾ ആരെങ്കിലും സഹായം വേണം. നിരപ്പായ സ്ഥലത്തുനിന്ന് പ്രശ്നമില്ല അല്ലേ? അങ്ങനെയുള്ള ഇതേ ഇല്ലു. ഒറ്റക്ക് നടക്കുമ്പോൾ ഈ പരലുള്ളൊന്നും പ്രശ്നമില്ലേ. ഇങ്ങനെ ഒറ്റക്ക് നടക്കുമ്പോൾ കൈ വിട്ടിട്ട് ഇവിടെ നടക്കാൻ കഴിയില്ല, മുറ്റത്തുനിന്ന് കൈ. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒക്കെ ചെറിയൊരു ഹെൽപ്പ് എന്തായാലും വേണോ അല്ലേ? അവളൊന്ന് കൈപിടിച്ച് നടത്താൻ പറ്റിയ ഒരാളായിരിക്കണം എന്ന് വിചാരിച്ച് അവളങ്ങനെ ഞങ്ങൾ എടുത്ത് കൊണ്ടുപോകണം അങ്ങനൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഒക്കെ നടക്കാൻ പറ്റും. പക്ഷേ ഈ ചെരുപ്പ് ഹൈ ഹീൽ ചെരുപ്പായതുകൊണ്ട് നമ്മളിങ്ങനെ മുറ്റത്ത് ഇതേപോലെ ഉയർന്നും താഴ്ന്നും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ഇക്കാ നമ്മളെ വിഷയത്തിലുള്ളതല്ലെങ്കിൽ ഈ കല്ല് കണ്ടായിരുന്നു ചോദിക്കും. ഇവിടെ എത്തിയാ കല്ലിൻ്റെ റേറ്റ്? ഇവിടെ 30. ഫസ്റ്റിനോ? ഫസ്റ്റിന് 38 റുപ്യ. കണ്ണൂർ കല്ലിന് 38. അവിടെ നമ്മളെ നാട്ടിലെത്തുമ്പോൾ 58ൻ്റെ മുകളിലാകുന്നുണ്ട് കേട്ടോ. കണ്ണൂർ വന്ന് പോലെ എടുക്കുന്നത്. ഒക്കെ നമ്മൾ വിഷയത്തിലേക്ക് വരിക. കണ്ടാലും ചോദിച്ചു ഏതാ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പറ്റിയൊരു വരനെ നമുക്ക് കണ്ടെത്താൻ പറ്റട്ടെ. കണ്ണൂർ ജില്ല തന്നെയാണ്, കണ്ണൂരും കാസർഗോഡും ജില്ലയാണ് നമ്മൾ നോക്കുന്നുള്ളൂ. മാക്സിമം ഒരു 35-36, മാക്സിമം 40ൻ്റെ ഉള്ളിലുള്ള ഒരാൾ കേട്ടോ. വേറെ ഡിമാൻഡ് കാര്യമൊന്നും അങ്ങനെ ഇല്ല അല്ലേ? ജോലിക്ക് പോയിട്ട് അവളെ നോക്കാൻ പറ്റിയ നല്ലൊരാൾ. പിന്നെ നല്ല നോക്കാൻ പറ്റുന്ന, പണിയായിട്ട് നോക്കാൻ പറ്റുന്ന നല്ലൊരാൾ. പിന്നെ അന്നെപ്പോലത്തെ കുറച്ചില്ലൊന്നും പ്രശ്നമില്ല, നന്ന ബുദ്ധിമുട്ടില്ലാതൊന്നും കുറച്ച് ഇടങ്ങേറാണ്. പിന്നെ സംസാരശേഷി ബുദ്ധി അങ്ങനത്തെ ഒന്നും കുറച്ച് കാലം കഴിക്കില്ല, ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. സംസാരശേഷിയൊന്നുമില്ല, നമുക്ക് താല്പര്യക്കുറവാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നമ്മളതാ ഇഷ്ടങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് മിസ്രിയ. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കല്യാണം കഴിക്കേണ്ടതല്ല, ഇഷ്ടത്തോടു കൂടി ജീവിക്കേണ്ട ഒരു ജീവിതമാണ് അല്ലേ? അപ്പോൾ പറഞ്ഞത് ഓക്ക് പിന്നെ ചെറിയ കല്യാണം കഴിക്കുക ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് വിഷയമല്ല. പക്ഷേ ഓൾക്ക് പിന്നെ മൂപ്പരധികമായിട്ട് അങ്ങനെ നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ ഓളയും കൂടി കെയർ ചെയ്യാൻ പറ്റിയ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളായിരിക്കണം. അല്ലാണ്ട് സംസാരശേഷിയോ അല്ലെങ്കിൽ ബുദ്ധിപരമായ വിഷയമുള്ള ആലോചനകളും നമുക്ക് ശരിയാകുകയല്ല. തീർച്ചയായിട്ടും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഓളെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരാലോചന തന്നെ ഒക്കെ വരട്ടെ. പിന്നെ ഓൾ പറഞ്ഞ പോലെ ചെറിയതൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇക്ക വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല, ഇൻഷാല്ലാ എങ്ങനെയും കഴിഞ്ഞു കൂടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കണ്ണൂർ ജില്ലക്കോ കാസർഗോഡ് ജില്ലയോ എന്തായാലും ഇവിടെ നോക്കാൻ പറ്റുന്ന വരുത്തണം കിട്ടട്ടെ നമുക്ക് അല്ലേ? ഇൻഷാ അല്ലാ. തീർച്ചയായിട്ടും നല്ലൊരു പാർട്ണർ എത്രയും പെട്ടെന്ന് വരട്ടെ. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാർ പല സ്ഥലത്തുനിന്നും വിളിക്കൂ, നല്ല പോലെ അന്വേഷിക്കണം കേട്ടോ. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല, നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം. നമ്മൾ എന്നൊരു പാർട്ണർ എന്നൊരു സ്ഥലത്ത് ഉണ്ട് എന്ന് അറിയിക്കാൻ മാത്രമാണ്. പിന്നെ ഒരുപാട് ഫ്രോഡുകൾ വിളിക്കൂ. ആർക്കും മിസ്രിയാൻ്റെ ഫോട്ടോ ആർക്കും അയച്ചു കൊടുക്കണ്ട. വീഡിയോ കോൾ ഓളോടൊന്ന് സംസാരിക്കണം, ഓളെ നമ്പർ തരുമെന്നൊന്നും ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ഫോൺ ഡീൽ ചെയ്താൽ മതി. പെണ്ണ് കണ്ട് നമുക്ക് ഓക്കെ ആയാൽ മാത്രം പിന്നെ എന്താ പറയുക ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്താൽ മതി. ആരെയും വിശ്വസിക്കരുത് കേട്ടോ. ആയത്ത് വരെ ഓതു, ദീനിയായിട്ട് വരെ സംസാരിക്കും, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. പറ്റിക്കപ്പെടരുത് നമ്മൾ കേട്ടോ. എന്തേ സംശയം തോന്നി എന്നെ വിളിച്ച് ചോദിക്കാൻ കേട്ടോ. ഇന്ന വിഷയം എന്താണെന്നുള്ള നിങ്ങൾ ചോദിക്കാൻ കേട്ടോ. ആർക്ക് ഫോട്ടോ ഒന്നും ഒരിക്കലും അയച്ചു കൊടുക്കരുത്, ഓളെ നമ്പറും കൊടുക്കരുത് കേട്ടോ. ഇൻഷാ നയിക്കാ വേറൊന്നും ഇല്ലല്ലോ. എന്നാ ഇൻഷാ അല്ലാ ഞാൻ ഇറങ്ങട്ടെ. മിസ്രിയ പോട്ടെ.
ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് മിസ്രിയാൻ്റെ കല്യാണം റെഡി ആവട്ടെ കേട്ടോ. അമ്മേ ഇൻഷാ അല്ലാ ദുആ ചെയ്യാം. എന്നാൽ ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അപ്പോൾ ഫ്രണ്ട്സ്, മിസ്രിയെയും ഉപ്പയും പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന നമുക്ക് മുമ്പോട്ട് വരണം. ഓളെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ട്ണറിനെ നമുക്ക് എവിടെയാണെങ്കിലും കണ്ടെത്തണം എന്ന് പറയാനാവില്ല. നമുക്ക് കാസർഗോഡും കണ്ണൂരുമാണ് വേണ്ടത്. ആ 2 ജില്ലേൻ്റെ ഉള്ളിൽ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടെത്തണം. ഓളെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ട്ണർ മുമ്പോട്ട് വരട്ടെ. അങ്ങനെ പറയത്തക്ക വലിയ വിഷയങ്ങളൊന്നും നോക്കില്ല. ഓളെ കാര്യങ്ങളൊക്കെ അവൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. വീട്ടിലെ കാര്യങ്ങളൊക്കെ, ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ബുദ്ധിപരമായ വിഷയം അങ്ങനത്തെ ഒന്നുമല്ല അവൾക്ക്. ഈ ഒരു കാലിൻ്റെ ഉയരം കുറവും പിന്നെ ഈ കൈക്കിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുമാണുള്ളത് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഓളെ മനസ്സിലാക്കാൻ പറ്റുന്ന, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആലോചന വരട്ടെ. ജോലിക്ക് പോയിട്ട് നോക്കാൻ പറ്റിയ ഒരാൾ മുമ്പോട്ട് വരട്ടെ. നിലവിൽ ഭാര്യമാരുള്ളവരും ഇങ്ങനെ ഓരോന്ന് പറയാൻ വേണ്ടി വിളിക്കുന്നവരും ദയവ് ചെയ്ത് ഇതിലേക്ക് വിളിക്കരുത്. ഉപ്പാൻ്റെ നമ്പർ തന്നെയാണ്. കുറേ ആൾക്കാർ അത്തരത്തിലുണ്ട്. ഗൾഫ് നമ്പർ വന്നാൽ മെയിനായിട്ട് എടുക്കണ്ടിക്കുക. ഗൾഫിലുള്ള ഒരുപാട് നല്ല ആളുകൾക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി കുറഞ്ഞ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഗൾഫ് നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ അതും ഇതും പറയുന്നത് എന്ത് ചെയ്യാനാണ്, പറയണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, സാഹചര്യം കൊണ്ട് പറഞ്ഞു പോവുക. ഇൻഷാ അല്ലാ അതിനൊക്കെ ഒരു വഴി ഞാൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാ 1-2 മാസം കൊണ്ട് അതൊക്കെ റെഡിയാവും. അതുവരെ നമ്മൾ സഹിച്ചേ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കിതിൽ പറയാനേ പറ്റൂ. പറഞ്ഞാൽ നന്നാകുന്നവരൊന്നും അല്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കടമ നിർവഹിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് മിസ്രിയാൻ്റെ കല്യാണം നടക്കട്ടെ. മനസ്സിലാക്കുന്ന ഒരാൾ മുമ്പോട്ട് വരട്ടെ. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ.